ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഒരുപാട് പുതിയ പ്ലാന്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. ദയവ് ചെയ്ത് നിങ്ങൾ കോൾ ചെയ്യരുത്. വാട്സപ്പ് വഴി മെസ്സേജ് ചെയ്താൽ കൃത്യമായിട്ട് ഞാനത് നോക്കി റിപ്ലൈ ചെയ്യുന്നതാണ്. DTDC വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുന്നത്. സ്പീഡ് പോസ്റ്റ് നിലവിൽ അവൈലബിൾ അല്ല. അതുപോലെ നമ്മൾ ഇനിയുള്ള ഓർഡേഴ്സ് ട്യൂസ്ഡേ മുതലായിരിക്കും അയച്ചു തുടങ്ങുന്നത്. നമുക്ക് കുറച്ച് പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. അതെല്ലാം അയച്ച ശേഷം ട്യൂസ്ഡേ മുതലായിരിക്കും ഇനിയുള്ള ഓർഡേഴ്സ് നമ്മൾ അയക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാന്റ് മെലസ്റ്റോമ, യെല്ലോ മെലസ്റ്റോമയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് യെല്ലോ മെലസ്റ്റോമ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. മിക്ക പ്ലാന്റ്സിലും മുട്ടുകളായിട്ടുണ്ട്. മുട്ടുകളോട് കൂടിയ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റാണ് നമ്മൾ അയക്കുക. നല്ല ഭംഗിയാണ് മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ പൂക്കൾ കാണാനായിട്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേ സൈസ് വരുന്ന പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത സെയിലിനുള്ള പ്ലാന്റ് കാഷ്യൂറീനയാണ്. ഹാങ്ങിങ് കാഷ്യൂറീനയാണ്. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കാറുള്ള ഒരു പ്ലാന്റാണ്. നമ്മൾ വലിയ പോട്ടിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് നിൽക്കും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഹാങ്ങിങ് കാഷ്യൂറീന. കഴിഞ്ഞ തവണ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയത് ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇത് പെട്ടെന്ന് തന്നെ വലുതായിക്കോളും. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നല്ല ഭംഗിയാണ്. ഒരുപാട് സൺലൈറ്റ് വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതേ സൈസ് വരുന്ന ഹാങ്ങിങ് കാഷ്യൂറീനയുടെ പ്ലാന്റിന് 180 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ പ്ലാന്റ്സ് ആണ്. 2 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യത്തേത് വരുന്നത് ഈ കാണുന്ന ഡാർക്ക് റെഡ് കളറ് പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ താഴേക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കൾ നിൽക്കുക. അപ്പോൾ ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരിക. പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആയിരിക്കും അയക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. നട്ട് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഫയർ ക്രാക്കറിൻ്റെ തന്നെ വൈറ്റ് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. കൂടുതൽ പേര് ചോദിക്കാറുള്ളത് ഈ ഒരു കളറാണ്. പക്ഷെ നമുക്ക് വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഈ 2 കളേഴ്സ് നമുക്ക് ഒരുമിച്ച് നടാവുന്നതാണ്. ഒരു വലിയ പോട്ടിലൊക്കെ ഒരുമിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. 2 കളറും ഒരുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് വൈറ്റിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് റെഡ് ക്രീപ്പർ റോസിൻ്റെ തൈകളാണ്. ക്രീപ്പർ റോസിൻ്റെ ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണിത്. ഇതുപോലെ നിറയെ കൊലകളായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഉണ്ടാവുന്ന റോസാണിത്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ളതാണ്. നാടൻ വെറൈറ്റിയാണ്. അപ്പോൾ ക്രീപ്പർ റോസിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 150 രൂപയാണ് റേറ്റ് വരിക. ഇനി നമുക്ക് സെയിലിനുള്ളത് വള്ളിപ്പിച്ചിയുടെ തൈകളാണ്. നല്ല സ്മെല്ലാണ് വള്ളിപ്പിച്ചിയുടെ പൂക്കൾക്ക് വരിക. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് പടർത്തി വിട്ട് വളർത്താവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന തൈകൾക്ക് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് സ്റ്റോക്സിൻ്റെ തൈകളാണ്. സ്റ്റോക്സിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കുക. നിലവിൽ പ്ലാന്റ്സിൽ പൂക്കളില്ല. ഇത് നമുക്ക് ചെറിയ ചട്ടിയിൽ വരെ ഒതുക്കി വളർത്താവുന്നതാണ്. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള ഒരു പ്ലാന്റിന് 65 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ബ്ലൂ ഡേയ്സിൻ്റെ തൈകളാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നിറയെ പൂക്കളുമായിട്ട് ചെടി നിൽക്കുന്നുണ്ടാവും. നല്ല സൺലൈറ്റ് വേണം. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും വേണ്ട ഒരു ചെടിയാണിത്. എങ്കിൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ വരികയുള്ളൂ. ഇതാണ് ബ്ലൂ ഡേയ്സിനെ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. ഇനി നമുക്ക് സെയിലിനുള്ളത് 2 പൈപ്പർ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. രണ്ടാമത്തെ വെറൈറ്റി ഈ കാണുന്ന ഒരു സിൽവർ കളറും അതുപോലെ ഒരു പിങ്ക് കളറും കൂടെ ഒക്കെ ചേർന്ന് വരുന്ന നല്ലൊരു പൈപ്പർ വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിന് 100 രൂപയാണ് റേറ്റ് വരിക.
അടുത്തത് ഒരു കെയിൻ ബെഗോണിയയുടെ വെറൈറ്റിയാണ്. നല്ല ഒരു ഗ്രീൻ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റാണിത്. അപ്പോൾ കെയിൻ ബെഗോണിയയുടെ ഒരുപാട് വെറൈറ്റി നമുക്ക് സെയിലിനായിട്ട് ഇനി വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് മണിമുല്ലയുടെ തൈകളാണ്. എല്ലാ സമയത്തും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് മണിമുല്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് നിറയെ പൂക്കൾ കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് 2 ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഫിലോഡെൻഡ്രോൺ ലെമൺ ആണ്. നല്ല ഒരു യെല്ലോ കളറിൽ ലീഫ് നിൽക്കുന്ന ഒരു പ്ലാന്റ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 25 രൂപയാണ്. അടുത്തത് ഈ കാണുന്ന ഗ്രീൻ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു നാടൻ വെറൈറ്റി പെറ്റൂണിയാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു വയലറ്റ് കളറിൽ വരുന്ന പെറ്റൂണിയ പ്ലാന്റ് അല്ല ഇത്. ഇത് ടൈഡൽ വേവ് വെറൈറ്റിയാണ്. ടൈഡൽ വേവ് സ്പ്രെഡിങ് പെറ്റൂണിയയിൽ ചെറിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് കമ്പൊക്കെ നട്ട് പിടിപ്പിച്ചെടുക്കാവുന്ന ടൈപ്പ് ഒരു പെറ്റൂണിയാണ്. ഇതിൻ്റെ സെയിലിനുള്ള പ്ലാന്റ് വരുന്നത് ഈ കാണുന്ന സൈസ് ആയിരിക്കും. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു ഹോയ വെറൈറ്റിയാണ്. യെല്ലോ കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത്. പെട്ടെന്ന് നമുക്ക് ഫ്ലവർ തരുന്ന ഒരു ഹോയ വെറൈറ്റിയാണ്. ചെറിയ ലീഫോട് കൂടി വരുന്ന ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചൈന ഡോളിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ഗ്ലോവൈൻ്റെ പ്ലാന്റ്സ് ആണ്. നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഈ ഒരു ഗ്ലോവൈൻ പ്ലാന്റിൻ്റേത്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമ്മുടെ ഗാർലിക് വൈൻ്റെ ആ ഒരു പൂക്കളോട് സാമ്യം ഉണ്ടെങ്കിലും അതിലും നല്ല വലുപ്പവും നല്ല കളറും ഉള്ള പൂക്കളാണ് തരിക. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് നിക്കോഡിയ അല്ലെങ്കിൽ ടെക്സാസേജ് എന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന പ്ലാന്റ് ആണ്. ഇതാണ് നിക്കോഡിയ പ്ലാന്റ്സിൻ്റെ പൂക്കൾ. നല്ല പിങ്ക് നിറത്തിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുക. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എത്രത്തോളം വെള്ളം കുറച്ച് കൊടുക്കാവോ അത്രത്തോളം പ്ലാന്റ് നിറയെ പൂക്കളിടും. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് പൂക്കാൻ ഒരുപാട് സമയമെടുക്കും. അഥവാ പൂത്ത് കഴിഞ്ഞാൽ തന്നെ പൂക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ അധികം വെള്ളം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റ് പൂക്കാൻ ഏറ്റവും നല്ല മാർഗം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പ്ലാന്റ്സ് പൂക്കൾ ഇടുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം കൊടുക്കാതിരിക്കുക. നമ്മൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരിക. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത നമുക്ക് കൂഫിയ പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കൂഫിയയുടെ 3 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആദ്യത്തെ കളർ വരുന്നത് ഈ കാണുന്ന വൈറ്റ് കളറാണ്. കൂഫിയ പ്ലാന്റ്സ് നമുക്ക് ബോർഡറിലൊക്കെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറിൽ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫും നല്ല ഭംഗിയാണ്. ചെറിയ ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താൻ കഴിയും. മൂന്നാമത് വരുന്നത് ഈ ഒരു യെല്ലോ ലീഫ്, ചെറിയൊരു യെല്ലോ കളറായിരിക്കും ലീഫിന്. അതുപോലെ ചെറിയ ലീഫായിരിക്കും വരിക. വയലറ്റ് കളർ ഫ്ലവറോട് കൂടി വരുന്ന പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ 3 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. 30 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അപ്പോൾ ഈ പ്ലാന്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യുക. ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും വരെ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോസൊക്കെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കും സെയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം മറക്കാതെ സെയിൽ വീഡിയോസ് എല്ലാം കാണുക. പ്ലാന്റ്സ് ആവശ്യമുള്ള അപ്പോൾ വീഡിയോയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ.